ഹബീബ്സ് വെൽക്കം ബാക്ക്. ഡയറി യു ടു ഡെത്തിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണിത്. താറിന് അഥവാ കണ്ണാടി വെച്ച പയ്യന് ട്രൂത്ത് ഓർ ഡയർ എന്ന് എഴുതിയ ഒരു ലെറ്റർ വന്നായിരുന്നല്ലോ. അതിൽ കുറേ ഫോട്ടോസ് ഉള്ളതായിട്ട് കണ്ടായിരുന്നു. പക്ഷെ അത് എന്തുവാണെന്ന് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ 8 പേരടങ്ങുന്ന ടീമിനെ അവഞ്ചേഴ്സ് ടീം എന്നല്ലേ പറയുക. ആ ഒരു ടീമിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അതിൽ റെഡ് മഷി കൊണ്ട് കുത്തി വരഞ്ഞ് അതിൻ്റെ മേലെ ഈ കോമ്പസ് ഒക്കെ വെച്ചിട്ട് കുത്തി വരഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമോ അത് എനിക്ക് കിറുക്കി വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ കുറച്ചധികം ക്രീപ്പി ആയിട്ടുണ്ട്. അതുകൊണ്ട് താറ ഭയങ്കരമായിട്ട് പേടിച്ച് ചാമ്പിനെ വിളിക്കുന്നുണ്ട്. ആ മരിച്ചുപോയ ഫായി അവളുടെ ബോയ് ഫ്രണ്ട് എംപിൻ്റെ മകനെ അവനെ വിളിച്ച്, നീ എന്തിനാ ഇതെനിക്ക് അയച്ചത്, നീ എന്താ പേടിപ്പിക്കാൻ നോക്കുകയാണോ എന്ന് ചോദിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്കെന്താ തലയ്ക്ക് സുഖമില്ലേ എന്നും പറഞ്ഞ് അവൻ ഫോൺ വെച്ചിട്ട് പോകുന്നുണ്ട്. ഇവിടെ ജെയ്ഡ് കാമിൻ്റെ അടുത്ത് ഫോറൻസിക് ഓഫീസർ വന്നിട്ടുണ്ട്. അവരെ കുടിച്ചിട്ട് വെച്ച ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് മെഡാസലം എന്ന് പറയുന്ന ഒരു ഡ്രഗ് കിട്ടിയിട്ടുണ്ട്. എല്ലാ ഗ്ലാസ്സിലും അതുണ്ട്. അതേപോലെ വേറെ ആരുടെയും ഫിംഗർ പ്രിന്റും ഇല്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പം ഇതൊരു മർഡർ ആവാനാണ് ചാൻസ് എന്ന് ജെയ്ഡ് പറയുമ്പം, അങ്ങനെ പെട്ടെന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തണ്ട, ആദ്യം ഓട്ടോപ്സി റിപ്പോർട്ട് കിട്ടട്ടെ എന്ന് കാമിൻ. ഞാൻ ജസ്റ്റ് ഒരു പോസിബിലിറ്റി പറഞ്ഞതാണ്. ആര് ഡ്രഗ്സ് കൊടുത്താലും അതെന്തോ ഒരു കാര്യത്തിനാണ്. കാര്യം കഴിഞ്ഞതും കൊണ്ട് റിപ്പോർട്ട് കൊടുത്ത ആ ഫോറൻസിക്കിൽ നിന്ന് പെണ്ണ് പോകുന്നുണ്ട്. ജെയ്ഡിനാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉറക്കം വരുന്നുണ്ട്. വായിക്കോട്ടെ വിടുന്ന വേണ്ടിയിട്ട്, നിനക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ശരി, എന്നാ പിന്നെ ഞാൻ പോയി കിടന്ന് ഉറങ്ങുകയാണെന്ന് ജെയ്ഡ്. കാമിന് അങ്ങനെ ഒരു നോട്ടം നോക്കുമ്പം, നിങ്ങളാണ് പറഞ്ഞത് പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ. നീ സർക്കാസ് എന്നുള്ള കാര്യമൊന്നും കേട്ടിട്ടില്ലേ? ഇത് വർക്കിംഗ് ടൈമാണ്. ഈ സമയത്ത് നിനക്ക് താറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്താൽ എന്താ? നേരെ ടേബിളിൻ്റെ മേലെ കയറിയിരുന്ന് ഫോൺ എടുത്ത് ഇവരുടെ ടീം മെമ്പറായ പായിനെ വിളിച്ച് താറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുമെന്ന് ചോദിക്കുന്നു. തീർച്ചയായും സാർ, വേറെ എന്തെങ്കിലും വേണോ? നമ്മുടെ അണ്ടർ കവർ ടീമിൻ്റെ അടുത്ത് ആ ഏരിയയിലെ ഡ്രഗ് ഡീലേഴ്സിനെ കുറിച്ചൊന്ന് നോക്കാൻ പറഞ്ഞേക്ക്. ആ പിള്ളേര് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് അറിയത്തില്ല. കോളേട്ട് ചെയ്ത് ഇപ്പോൾ ഓക്കെ അല്ലേ? ഇനിയെങ്കിലും എനിക്ക് പോയി കിടന്നുറങ്ങാലോ. നീ വെറുതെ നിന്റെ വായ വെച്ച് കമാൻഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഇതിനെയാണ് ടീം വർക്ക് എന്ന് പറയുന്നത്. ടാസ്കുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. പിന്നെ എൻ്റെ വായ വെച്ച് വർക്ക് ചെയ്യുന്നത്, അതിനിപ്പോൾ എന്താ കുഴപ്പം? എൻ്റെ വായ വളരെയധികം നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരുമാതിരി അടുത്ത് വന്ന് ക്ലോസ് ആയിട്ട് അർത്ഥം വെച്ച് പറയുന്നെനിക്ക് പറയുന്നുണ്ട്. ഇൻസ്പെക്ടർ കാമിൻ ചിരിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ചിരി നമുക്ക് കാണാൻ പറ്റും. ഈ സമയത്താണ് കാമിന് കോൾ വരുന്നത്. ഓട്ടോപ്സി റിപ്പോർട്ട് റെഡി ആയെന്നും പറഞ്ഞ്. നിനക്ക് ഓട്ടോപ്സി റിപ്പോർട്ട് നോക്കാൻ എൻ്റെ കൂടെ വരുന്നെങ്കിൽ വരാം, അതെല്ലാം ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങാം, ഏതാണെങ്കിലും കുഴപ്പമില്ല. ജെയ്ഡും പുറകെ വരുന്നുണ്ട്. പുറകെ വരാന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി തട്ടി മുട്ടി എന്നുള്ള രീതിക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതും വരുന്ന സമയത്ത് ആ കണ്ണും ലിപ്സും ഒക്കെ ഒന്ന് നോക്കണം. വിഴുങ്ങുന്നാണ് കാണി നിൽക്കുന്നത്. കാമിൻ അങ്ങനെ നിൽക്കുമ്പം തട്ടി വെക്കുന്നുണ്ട്. അത് നിങ്ങളല്ലേ പറഞ്ഞത് കൂടെ വരാൻ? നീ വേണമെങ്കിൽ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു വന്നോ. നിന്റെ കൂടെയൊക്കെ വണ്ടിയിൽ വരുന്നതിനെക്കാട്ടും ഭേദം പോയി മരിക്കുന്നതാണ്. ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു വന്നോളൂ. അതിന് നിങ്ങൾ എൻ്റെ കൂടെയാണ് വരുന്നതെന്ന് ആര് പറഞ്ഞു? 2025 റെക്കോർഡിലെ തന്നെ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ഇയർ. അതിപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യം എന്താണാവൂ? നമ്മൾ കൂടുതലായിട്ട് വണ്ടി ഓടിക്കും തോറും നമ്മുടെ പ്ലാനറ്റ് കൂടുതലായിട്ട് ചൂടാവും. ഒരു നല്ല ഓഫീസർ നമ്മുടെ ഭൂമിയെ നന്നായിട്ട് നോക്കണ്ടേ? ശരിയല്ലേ ഇൻസ്പെക്ടർ? ഈ വയ്യാവേലി വിട്ടുപോകത്തില്ല എന്നറിയാവുന്നേ കൊണ്ട് കാമൻ മിണ്ടാതെ പോകുന്നുണ്ട്. അങ്ങനെ ഓട്ടോപ്സി മേടിക്കാൻ പോകുമ്പം ഡോക്ടർ ആദ്യം തന്നെ സോറിയാണ് ചോദിക്കുന്നത് ലേറ്റ് ആയതിന്. അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സേ ഉള്ളൂ, അതുകൊണ്ടാണ് ലേറ്റ് ആയതെന്ന്. റിപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിക്ടിമിൻ്റെ ബ്ലഡിൽ നിന്ന് 3 സബ്സ്റ്റാൻസസ് കിട്ടിയിട്ടുണ്ട്. സോഡിയം തയോപെൻറ്റൽ, പാൻകുറോണിയം ബ്രൊമൈഡ്, പിന്നെ പൊട്ടാസ്യം ക്ലോറൈഡ്. ഇവ 3ഉം ഡെത്ത് സെൻറ്റൻസിന് വിധിക്കപ്പെട്ടവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഹാർട്ട് ഫെയിലിയർ ആണ് മരണകാരണം. ആ 3 സബ്സ്റ്റാൻസസും മെഡിക്കൽ ഗ്രേഡ് ഡ്രഗ്സ് ആണ്. അതൊരു അളവിനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ പായിൻ്റെ കയ്യിൽ ഒരു നീഡിൽ മാർക്ക് ഉണ്ട്. അതിൻ്റെ അർത്ഥം ആരോ ഇൻജെക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ അതൊരു മർഡറാണ്. മരണസമയം 12:15 to 1 മണിയാണ്. അവർ വിളിച്ചത് 2 മണിക്ക്. ആദ്യം അവർ വിളിച്ചത് ആംബുലൻസിനാണല്ലോ. അവർ വിളിച്ചതും ഇവിടുന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടിയിരുന്നു എന്ന് ഡോക്ടർ പറയുമ്പം, പക്ഷെ നിങ്ങളൊരു ഫോറൻസിക് ഡോക്ടർ അല്ലേ എന്ന് കാമൻ ചോദിക്കുന്നതിന്, അതേ ശരിയാണ്, പക്ഷേ ഇവിടെ കുറച്ച് ഡോക്ടേഴ്സേ ഉള്ളൂ എന്നുള്ളതും കൊണ്ട് പല ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യാറുണ്ട്. എന്നാൽ പെണ്ണ് വിളിച്ചപ്പം ഞാൻ തന്നെയാണ് അറ്റൻഡ് ചെയ്തത് എന്നും ഡോക്ടർ പറയുന്നുണ്ട്. പെണ്ണോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. കാരണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ചെറിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു കോളെ വിളിച്ചത് ടൗൺലി ആണെന്നാണ്. ഇത് സംശയത്തോടെ കാമൻ പറയുമ്പം ചിലപ്പോൾ പേടിച്ചുകൊണ്ട് തെറ്റായിട്ട് പറഞ്ഞതായിരിക്കും എന്ന് പറയുന്നു. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തായിരിക്കോ അതോ വേണമെന്ന് വെച്ച് നമ്മളെ മിസ്ലീഡ് ചെയ്യുന്നതായിരിക്കോ എന്ന് കാമൻ ചോദിക്കുന്ന സമയത്താണ് ജെയ്ഡിന് പായിൻ്റെ അടുത്തുനിന്ന് മെസ്സേജ് വരുന്നത് താറിനെ റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ്. താറിനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ചെറിൻ്റെ മേലെ പ്രഷർ കൊടുക്കേണ്ടി വരുന്നു കാമൻ. പിന്നെ ചെറിനെയാണ് കാണുന്നത്. അവൾ കോളേജിലാണുള്ളത്. ആരെയോ വിളിച്ച് ഇന്ന് പോലീസ് ചോദ്യം ചെയ്തപ്പം നീ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വൈകുന്നേരം
ആ പ്ലേസിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞവള് കോൾ കട്ട് ചെയ്യാണ്. അതും സെയിം പ്ലേസിൽ ആരെയാണ് വിളിക്കുന്നതെന്ന് അറിയത്തില്ല. പിന്നെ താറിനെയാണ് കാണുന്നത്. അവനാണെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ട് പേടിച്ച് ദേഷ്യത്തിൽ അങ്ങനെ വല്ലാത്തൊരു ഇമോഷനിലാണ് നിൽക്കുന്നത്. ചാമ്പിൻ്റെ അടുത്ത് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാനിങ്ങനെ ബാറിലാണ് ഉള്ളത്, പെട്ടെന്ന് വന്ന് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ. ഇപ്പൊ ചെറിനുള്ളത് ചാമ്പിന്റെ കൂടെയാണ്. അവക്ക് ഒരുമാതിരി പേടിയാണെന്ന് പറയുമ്പം എന്തിനാ പേടിക്കുന്നത്, ധൈര്യമായിട്ടിരിക്കുന്ന അവൻ. ഞാൻ എങ്ങനെയാ ധൈര്യത്തോടെ ഇരിക്കുക, എൻ്റെ അച്ഛൻ പൊളിറ്റീഷ്യൻ ഒന്നും അല്ലല്ലോ, നിന്റെ അച്ഛൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലേ, എനിക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ പറയുമ്പം നീ എന്തിനാ പേടിക്കുന്നത്, നീ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് അവൻ. പക്ഷെ നിനക്കറിയില്ലേ ഞാൻ ഭയങ്കരമായിട്ട് പേടിക്കുന്നത്, അഥവാ ഞാൻ വല്ല മണ്ടത്തിനും വിളിച്ചു പറഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് താറിൻ്റെ അടുത്തുനിന്ന് മെസ്സേജ് വരുന്നത്. പിന്നെയും വരാൻ പറഞ്ഞിട്ട് തന്നെയുള്ള മെസ്സേജാണ്. അവൻ രാവിലെ മുതൽ വിളിച്ചിട്ട് എന്തൊക്കെയൊക്കെയോ പറയുവാണ്. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഇനി ഹൈ ഡോസിൽ വല്ലതും പറയുന്നതാണോ എന്നൊക്കെ ആർക്കറിയാം. റിപ്പീറ്റ്ലി ട്രൂത്ത് ഓർ ഡെയർ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ചെറിയൻ്റെ അടുത്ത് നമ്മുടെ പയ്യന്മാര് ക്യാമ്പസിൽ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹാ ഓഫീസർ, നിങ്ങൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇവിടെ നിൽക്കാൻ പറഞ്ഞു എന്നൊക്കെ കേട്ടല്ലോ, നിങ്ങൾക്ക് എന്താ അവളുടെ അടുത്ത് പ്രശ്നമുണ്ടോ? ഞങ്ങൾ കുറച്ച് കോപ്പറേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്, നീ അപ്സെറ്റ് ആവേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ച് സൈഡ് മുന്നോട്ടേക്ക് വരുമ്പം കാമിനാണ് തടഞ്ഞു വെക്കുന്നത്. ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിനെ വിളിച്ചത് ടോക്കിലാണെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ആരാ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ആ വിളിച്ച ആൾക്ക് സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് ആയിരുന്നു. അത് കണക്ക് കുറച്ച് നെർവസ് ആയിരുന്നു. അത് നീയായിട്ട് വളരെ ഒത്തു പോകുന്നുണ്ട് എന്നൊക്കെ അവർ പറയുമ്പം ഇവളൊരുമാതിരി പേടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവർ റിപ്പീറ്റ്ലി ചോദിക്കുമ്പം അതെ ഞാനാണ് വിളിച്ചതെന്ന് സമ്മതിക്കുന്നുമുണ്ട്. ആര് വിളിച്ചാലും ഇപ്പം എന്താ കുഴപ്പം, എന്തായാലും ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയല്ലേ, അതിലിപ്പോൾ എന്താ ഇത്ര കാര്യമുള്ളത് എന്ന് ചാമ്പ്. നിങ്ങൾ പറയുന്ന സ്റ്റോറീസ് ഒന്നും അങ്ങ് ടാലി ആവുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സത്യം കണ്ടുപിടിക്കേണ്ടി വരുന്നത്. അന്നത്തെ രാത്രി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ മനസ്സിലാക്കാം, പക്ഷെ ഇന്നും അങ്ങനെയാണെന്നാണോ? അപ്പോഴാണ് അവൾ സമ്മതിക്കുന്നത് താനാണ് വിളിച്ചത് എന്ന്. ശരി, വേറെ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ലെന്ന് പറയുന്നു. താറിനെ കോണ്ടാക്ട് ചെയ്തോ എന്ന് ചോദിക്കുമ്പം ആ ചെറുക്കനാണെങ്കിൽ അഹങ്കാരം മുത്തി നിൽക്കുവാണല്ലോ, ഇനി നിങ്ങൾക്ക് അവനെയും കാണണോ? ഇതാ നോക്ക്, നിങ്ങൾ എവിഡൻസ് വല്ലതും ഒളിപ്പിച്ചു എന്ന് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് ഞാൻ ചാർജസ് എടുക്കുന്നതായിരിക്കും. പിന്നെ നിന്റെ കാര്യം, നിന്റെ ഡാഡി ആരാണെന്നോ എത്രത്തോളം പവർഫുൾ ആണെന്നുള്ള കാര്യം എനിക്കറിയണ്ട. നീതി നിഷേധിക്കപ്പെട്ടാൽ ഞാൻ ഉറപ്പായിട്ടും ആക്ഷൻ എടുക്കുന്നതായിരിക്കും. ഇന്നായിരിക്കും ലാസ്റ്റായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് ഈസി ആയിട്ട് പോകുന്നത് എന്ന് കാമൻ പറയുമ്പം അപ്പുറത്ത് ജെയ്ഡ് അവൻ്റെ തോക്കെടുത്ത് കാണിച്ച് അവരെ പേടിപ്പിക്കുന്നുണ്ട്. എടുത്തു പിടിച്ചല്ല, കാണിച്ച് പേടിപ്പിക്കാതെ പേടിപ്പിക്കുന്നു. കാമിൻ്റെ മസ്കുലാനിറ്റി, ആ ഒരു ധൈര്യം, ആ ഒരു അഹങ്കാരം എല്ലാം കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ശരിക്കും താറ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ അവൻ എന്തോ ലെറ്ററിൻ്റെ കാര്യം പറഞ്ഞ് മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ലെറ്ററിൽ എന്തോ ട്രൂത്ത് ഓർ ഡെയറിനെ കുറിച്ചാണ് അവൻ പറഞ്ഞത്. എന്താണ് കാര്യം ക്ലിയർ ആയിട്ട് വരാമെന്ന് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതങ്ങ് പറഞ്ഞേക്കെന്ന് ചെറിനും. അപ്പോഴാണ് ചാമ്പ പറയാൻ തുടങ്ങുന്നത്. താറിനെ കാണുമ്പം കുറച്ച് നേടിയായിട്ട് ക്യൂട്ടായിട്ടൊക്കെ ഉണ്ടെങ്കിലും ചെറുക്കന് വൃത്തിയായിട്ട കയ്യിലിരിപ്പാണ്. ആ ഗ്ലാസ്സിനുള്ളിൽ അവനൊരു വുമണൈസർ ആണെന്നുള്ളത് ഒളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പഠിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ഓരോ പെമ്പിള്ളേരെ കൂട്ടിയിട്ട് പോവും അവരുടെ കൂടെ ഇൻറ്റിമേറ്റ് ആവാൻ വേണ്ടിയിട്ട്. അഥവാ പെൺകുട്ടികൾ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡ്രഗ്സ് കൊടുത്തിട്ട് റേപ്പ് ചെയ്യും, എന്നിട്ട് അത് വീഡിയോ എടുത്ത് നോക്കും. അതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് പറയത്തില്ല. ഡ്രങ്ക് ആകുമ്പോൾ ഉളറി വെക്കുന്നതും കൊണ്ടാണ് അത് ഇവരൊക്കെ അറിയുന്നത്. നേടിയായിട്ട് ഒരുമാതിരി പാവത്താനെ പോലെ ഉള്ളതുകൊണ്ട് ആരും അവനെ സസ്പെക്റ്റ് ചെയ്യത്തുമില്ല. ഇത്രയും പറഞ്ഞിട്ട് താറിപ്പം ഡ്രിങ്ക് മീ എന്ന് പറയുന്ന ഒരു ക്ലബിലാണ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞ് ഇവർ പോകാൻ നിൽക്കുമ്പം ഒന്ന് നിൽക്ക്, അപ്പം ഞങ്ങൾ രണ്ടുപേരുടെയും പേര് ഇതിന് ക്ലിയർ ആയില്ലേ എന്ന് ചോദിക്കുന്നു. അതത്ര എളുപ്പമല്ലെന്ന് കാമൻ. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞങ്ങളെല്ലാം പറഞ്ഞത്, പ്രോമിസ് കീപ്പ് ചെയ്യാത്ത എന്ത് പോലീസുകാരാണ് നിങ്ങളെന്ന് ചാമ്പ് ചോദിക്കുന്നതിന്. ഞങ്ങൾ ജസ്റ്റ് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാണ്, സസ്പെക്ട് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ അതുള്ളത് തന്നെയാണെന്ന് ജോങ്. കില്ലറിനെ കണ്ടുപിടിക്കുന്നവരെ നിങ്ങൾ സസ്പെക്ട് ലിസ്റ്റിൽ തന്നെ ആയിരിക്കുന്നത് കാമനും. ഇവിടെ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ടിരിക്കുന്ന താറിനെയാണ് കാണുന്നത്. കൂടെ ഇരിക്കുന്ന ഫ്രണ്ട് എന്തുകൂടെ ഇങ്ങനെ ഏടയായിട്ട് ഭയങ്കര ടെൻഷനായിട്ടാണല്ലോ ഇരിക്കുന്നത്. നോക്ക്, അവിടെ പുതിയൊരു പെണ്ണുണ്ട്, മഞ്ഞ പോലെ വെള്ളയാണ് മോനെ, സൂപ്പറാണെന്ന് പറഞ്ഞു പറയുമ്പം എന്നാ പിന്നെ സെറ്റാക്കി താടാന്ന് അവനും. ആ പെണ്ണ് ഒരു അഡൽട്ട് വർക്കറാണ്. പിന്നെ കാണുന്നത് ഇവർ രണ്ടും അങ്ങ് പാഞ്ഞു കയറുന്നതാണ്. അതിനിടയ്ക്ക് ആ പെണ്ണ് നിന്റെ അടുത്ത് കോണ്ട ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അതൊക്കെ എന്തിനാന്ന് പറഞ്ഞ് ഇവൻ പിന്നെയും പ്രൊസീഡ് ചെയ്യാൻ പോകുമ്പോൾ കോണ്ടല്ല, അത് ഇതൊന്നും നടക്കത്തില്ല എന്നാ പെണ്ണ്. ഇതിലൊക്കെ എന്താ കാര്യം ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ കുറേ പൈസ എടുത്ത് കാണിക്കുന്നുണ്ട്. സേഫ്റ്റിയാണ് ഇമ്പോർട്ടൻറ്റ്, അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് കോണ്ട മേടിച്ചിട്ടിരാന്നും പറഞ്ഞ് ആ പെണ്ണ് അവിടുന്ന് പോകുന്നു. അവൻ അങ്ങനെ ഒരു ഡിസപ്പോയിൻമെന്റ്, പോരാത്തനെ കുറെ ടെൻഷനും ഉണ്ടല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പുറകിൽ ആരോ വന്ന് എന്തോ വെച്ചാൽ തലക്കടിക്കുന്നത്. അവൻ കത്തി കതറുന്നുണ്ട്. അയാളാണെങ്കിൽ എന്തോ കയ്യിലുണ്ട്, അത് വെച്ചിട്ട് അവനെ അടിക്കുകയൊക്കെ ചെയ്യുന്നു. പബിലാണെങ്കിൽ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് ആരും ആ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. എന്തോ ഒരു മയക്കുമരുന്നെടുത്ത് അവൻ്റെ വായിലേക്ക് ഇരുന്നുണ്ട് ഫോഴ്സ്ഫുള്ളി. അതും ഹലോസിനേഷൻ വരുന്നതിന് കൂട്ട് എന്തോ ഒരു മയക്കുമരുന്ന്. ഇപ്പോഴാണ് ഫേസ് കാണിക്കുന്നത്, മാസ്ക് ഇട്ടിട്ടുണ്ട്. കത്തിയെടുത്ത് അവൻ്റെ അടുത്ത് ട്രൂത്ത് ഓർ ഡെയർ എന്ന് ചോദിക്കുന്നു.
അവൻ്റെ അടുത്ത് നിന്ന് റിപ്ലൈ ഒന്നുമില്ല. അങ്ങനെ അവൻ്റെ കയ്യിലേക്ക് ആ കത്തി വെച്ച് കുത്തി ഇറക്കുന്നുണ്ട്. ആ വേദനയിൽ ട്രൂത്ത് ചൂസ് ചെയ്യുമ്പം നീ ഫൈനെ റേപ്പ് ചെയ്തു എന്ന് ചോദിക്കുന്നു. ഇല്ലെന്നാണ് അവൻ പറയുന്നത്. ഒച്ചയെടുക്കുന്ന സമയത്ത് ചെയ്തു എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട്. ആ ട്രൂത്ത് ഓർ ഡെയർ എഴുതുന്ന പേപ്പറിൽ ട്രൂത്ത് എന്ന് എഴുതിയ പേപ്പർ അവൻ്റെ നെഞ്ചിലേക്ക് വെച്ച് കത്തി അങ്ങനെ നെഞ്ച് തന്നെ കുത്തിയിറക്കുന്നു. കാണുന്ന നമുക്കും തോന്നും അവൻ അതല്ല അതിൻ്റെ അപ്പുറവും വേണമെന്ന്. അമ്മാതിരിയാണ് കയ്യിലിരിപ്പ്. നമ്മുടെ പയ്യന്മാര് ഡ്രിങ്ക് മീ ക്ലബിലേക്ക് വരുന്നുണ്ട്. അകത്തേക്ക് പോകുന്ന കാമിനെ പിടിച്ച് നിർത്തിയിട്ട് നിങ്ങളുടെ ഡ്രസ്സ് കുറച്ച് ടൈറ്റ് ആയിട്ടാണുള്ളത്, അതിന് നിനക്കെന്താ കാര്യം? ഒന്നുമില്ലല്ലോ, ആ ടൈയെങ്കിലും ലൂസ് ആക്കി വിടുന്നേ എന്നും പറഞ്ഞ ടൈയിലേക്ക് കൈവെക്കാൻ പോകുമ്പം കൈ പിടിച്ച് വെക്കുന്നു. ഹാ, ഒരു പ്രാവശ്യം ഒന്ന് വിശ്വസിക്കേ. കാമൻ അങ്ങനെ തുറിച്ചു നോക്കുകയാണ്. ഒരേ ഒരു പ്രാവശ്യം വിശ്വസിക്കുന്നേ എന്നും പറഞ്ഞ ശരിക്കും ആ ടൈ കുറച്ച് ലൂസ് ആക്കി ഇടുന്നുണ്ട്. അവിടെ ഒരുത്തൻ സത്തിട്ട് കിടക്കുവാണ്. ഇവിടെ 2 പോലീസുകാരെ ഇന്ന് കാണിക്കുന്നുണ്ടില്ലേ. ഇപ്പൊ ശരിയായി, ഷാർപ്പായിട്ടുണ്ട് എന്ന് ജെയ്ഡ്. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ അല്ലേ? ആ ആയി, ബാ അതുവാന്ന് പറഞ്ഞ് ജെയ്ഡ് മുന്നിൽ പോകുന്നുണ്ട്. തിരിയാത്ത രീതിക്ക് ചെറുതായിട്ടൊന്ന് ചിരിച്ചു നിൽക്കുന്ന കാമിന്റെ മുഖം പെട്ടെന്ന് മാറുന്നു. നോക്കുമ്പോൾ മുന്നിൽ ആരോ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ചേരം നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ ജെയ്ഡ് അത് ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ താറിനെ കണ്ടുപിടിക്കലാണല്ലോ ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് കാമിന് പോകുന്നുണ്ട്. പക്ഷെ അവിടെ നിൽക്കുന്നത് ടോക്കിലെയാണ്. അവർ രണ്ടും അകത്ത് പോയിട്ട് തപ്പുന്നുണ്ടെങ്കിലും താറിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നിനക്ക് ഈ സ്ഥലം മര്യാദയ്ക്ക് അറിയത്തില്ലേടാന്ന് ചോദിക്കുന്നതിന് അതിങ്ങനെയാ, ഇവിടുത്തെ എല്ലാ കോണറൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് ജെയ്ഡും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് താറിന്റെ അടുത്തേക്ക് ഒരു പെണ്ണ് പോയിട്ടുണ്ടായിരുന്നല്ലോ. ആ പെണ്ണ് അലർന്ന കേൾക്കുന്നത്. നേരത്തെ അവൻ ജീവഭയത്തിൽ അലറിയപ്പോ പോലും ആരും കേട്ടിട്ടില്ല. ഇവള് ജസ്റ്റ് അവന്റെ ബോഡി കണ്ടിട്ട് കരയുന്നതിനെ എല്ലാരും കേട്ടു എന്ന് പറയുമ്പം അറ്റ്ലീസ്റ്റ് നമ്മുടെ പയ്യന്മാരെങ്കിലും കേട്ടു എന്ന് പറയുമ്പം നമുക്ക് സംശയം ഉണ്ടാവാം. പക്ഷെ സ്റ്റോറിയാണ്, സംശയിക്കരുത്. എന്തായാലും ആ അലർച്ച കേട്ടിട്ട് അവരും അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്നുണ്ട്. ആ പെണ്ണ് കുറച്ച് പുറത്തേക്ക് വന്നുകൊണ്ട് അവളോ പുറത്തുനിന്ന് തന്നെ കാണുന്നു. ഇവരകത്തേക്ക് കയറാൻ നിൽക്കുമ്പം കാമിനെ ജെയ്ഡ് തടഞ്ഞു വെക്കുന്നുണ്ട്. എന്നിട്ട് തോക്കൊക്കെ എടുത്ത് റെഡി ആയിട്ടാണ് പോകുന്നത്. പക്ഷെ പോയി നോക്കുമ്പോൾ കാണുന്നത് താറിന്റെ ഡെഡ് ബോഡിയാണ്. അങ്ങനെ പിന്നെ നമ്മുടെ കാമിൻ തോക്കിലെന്നെ പിടിച്ച ക്വസ്റ്റ്യൻ ചെയ്യാണ്. അവൻ എന്തിനാണ് വന്നത്? താറിനെ കാണാൻ വേണ്ടിയിട്ടല്ലേന്ന്. അവൻ ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് വേറെയും ഫ്രണ്ട്സ് ഉണ്ട് എന്ന് തോക്കില്ല. ശരി, അപ്പൊ ആ ട്രൂത്ത് ഓർ ഡെയർ ലെറ്ററിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? അവനാണെങ്കിൽ അറിയാത്ത പോലെയാണ് നിൽക്കുന്നത്. പിന്നെയും ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതും ഭയങ്കര ടെൻസ്ഡ് ആയിട്ടാണ് ഉള്ളതും. ഇവിടെ നമ്മുടെ ജെയ്ഡ് അവന്റെ കോട്ടൂരി മറ്റേ പെണ്ണിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അവള് പറയുന്നുണ്ട് കോണ്ടം മേടിക്കാനാണ് പോയത് എന്ന്. പക്ഷെ അവൾക്ക് 30 മിനിറ്റ് ആ ഒരു കോണ്ടം മേടിക്കാൻ വേണ്ടിയിട്ട് അത്രേ സമയമൊക്കെ എടുക്കുന്നു എന്ന് ചോദിക്കുമ്പം ഫ്രണ്ടിന്റെ അടുത്ത് ചോദിക്കാൻ പോയപ്പം അവളുടെ അടുത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ട് സ്വന്തമായിട്ട് കോണ്ടം മേടിക്കാൻ വേണ്ടി പോയതാണെന്ന് ആ പെണ്ണ്. തിരിച്ചു വന്നപ്പം ആരെങ്കിലും കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പം അതിനും ഇല്ലെന്നാണ് പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട്. നോക്കുമ്പം ഏറ്റവും അടുത്തുള്ള കൺവീനിയൻസ് സ്റ്റോർ 800 മീറ്റർ അകലെയാണ്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പം ആ പെണ്ണ് പറഞ്ഞത് സത്യമാവാനുള്ള ചാൻസ് ഉണ്ട്. CCTV നോക്കാന്ന് വെച്ചാൽ ബ്ലൈൻഡ് സ്പോട്ടിൽ വെച്ചിട്ടാണ് സംഭവം നടന്നിട്ടുള്ളത്. ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള CCTV നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നലെ തന്നെ കേടായിപ്പോയി. നമ്മുടെ സ്ട്രാറ്റജി മാറ്റണം. അവരെങ്ങനെ മുന്നിവിടാൻ പാടില്ല എന്ന് കാമൻ. സംഭവം ശരിയാണ്, പക്ഷെ ഇന്ന് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്, നമുക്ക് പോവാൻ നോക്കാം, ഞാൻ കൊണ്ടുവിടാം എന്ന് ജുങ് പറയുമ്പം എന്നെ ഓഫീസിൽ വിട്ടാൽ മതി എന്ന് കാമൻ. നിനക്ക് എന്താടാ പ്രാന്താണോ? മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് മരിച്ചു പോകും. ഉറങ്ങുന്നതും മരിക്കുന്നതും ഒക്കെ എൻ്റെ കാര്യമാണ്. ആ കീയും കൊണ്ടാന്ന് പറഞ്ഞ് ചോദിക്കുന്നതിന് കൊടുക്കുന്ന പോലെ കൊടുക്കാൻ വന്നിട്ട് അതെടുത്തിട്ട് പറ്റത്തില്ല. കാമനും അത് മേടിക്കാൻ നോക്കുന്നുണ്ട്. കുറെ നേരം കയ്യിൽ വെച്ചിട്ട് പെട്ടെന്ന് അത് പോക്കറ്റിലേക്ക് ഇടുവാണ്. എന്ത് പറ്റി? കീ വേണോ? വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞ് കാലൊക്കെ ഇങ്ങനെ നീട്ടി വെച്ച് നിൽക്കുവാണ്. ഫ്രണ്ടിലൊരു സംഭവം ഉള്ളത് കൊണ്ട് കുറച്ച് നാണം ഉണ്ടാവും. അതുകൊണ്ട് എടുക്കത്തില്ല എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ കാമൻ അങ്ങനെയൊന്നുമില്ല, ശരിക്കും അത് എടുക്കാൻ പോകുന്നുണ്ട്. ഏയ് അടങ്ങിയിരിക്കുക, നീ തൊടുന്നത് പ്രൊഹിബിറ്റഡ് ഏരിയയിലാണ്. കാമൻ ജെയ്ഡിനെയും കൊണ്ട് ശരിക്കും ഡണ്ണായിട്ടിരിക്കുകയാണ്. നിനക്ക് ഈ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ലേ? നീ ഇന്ന് ഫുള്ള് ടെൻസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് ജെയ്ഡ്. ബാബാ പോവാന്ന് പറഞ്ഞ് കാറിൽ കയറാൻ നോക്കുമ്പം ജെയ്ഡിനെ കൊണ്ട് മടുത്ത തലയ്ക്ക് കയ്യും വെച്ച് നിൽക്കുവാണ്. ജെയ്ഡിന്റെ ശല്യം കാരണം വണ്ടിയിൽ കയറുന്നുണ്ട്. കയറിയ പാട് ഞാൻ എൻ്റെ മൈൻഡ് ചേഞ്ച് ആക്കി. ഞാൻ നിന്നെ ഹോട്ടലിലേക്ക് കൊണ്ടുപോവാം, അതാകുമ്പോൾ നിനക്ക് തിങ്സ് ഒക്കെ പാക്ക് ചെയ്യാലോ. പാക്ക് ചെയ്യാനോ? എന്തിന്? ഒരു കള്ള ചിരിയിരിച്ച് അടുത്തേക്ക് വന്ന് കണ്ണൊരു പ്രാവശ്യം പോലും ചിമ്മാതെ ആ സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കണക്ക് ഇവരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് ഒരുമാതിരി തിന്നാനെന്നോണമാണ്. പിന്നെ കാണുന്നത് ജെയ്ഡ് ലോബിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ഒരു പെട്ടിയായിട്ട് കാമന് വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഞാൻ എത്ര ദിവസത്തേക്കാണ് വരുന്നതെന്ന് അറിയത്തില്ല. പിന്നെ വീട് മൊത്തത്തിൽ എടുത്തുകൊണ്ട് വരണു. ഓ ഇൻസ്പെക്ടർ, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോലും നിങ്ങൾക്ക് മര്യാദയ്ക്ക് കംഫർട്ടബിൾ ആയിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? പ്ലേസ് മാറണമെന്ന്. പുതിയ സ്ഥലം ക്രൗഡഡ് ആണോ? എനിക്ക് ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇഷ്ടമല്ല. ഓ ഇൻസ്പെക്ടർ, ഞാനിവിടെ ജനിച്ച് വളർന്ന ആളാണ്. ഞാൻ ബാങ്കോക്കിൻ്റെ ഏത് മൂലയിൽ പോയാലും അവിടെയുള്ളവർക്കൊക്കെ എന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ പോകുന്ന പ്ലേസ് ഇതിനെക്കാട്ടും വളരെയധികം പ്രൈവറ്റ് ആണ്.
കാമിന്റെ ഫേസ് കണ്ടാൽ അറിയാം അവനെ വിശ്വാസമില്ലാന്ന്. ബാഗ് മേടിച്ചോണ്ട് വരൂ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു എക്സ്ട്രാ സർവീസും തരുന്നു. ലഗേജ് ഞാൻ എടുത്തോളാം. എന്താ ഒരു ചിരി, എന്താ ഒരു ഹാപ്പിനെസ്. അങ്ങനെ നമ്മുടെ ഇൻസ്പെക്ടർ കാമനെ കൂട്ടിയിട്ട് വന്നിട്ടുള്ളത് ജെയ്ഡിന്റെ വീട്ടിലേക്ക്. ജെയ്ഡിന്റെ കാര്യമായതുകൊണ്ടും കാമനെ കൂട്ടിയിട്ട് വന്നതും കൊണ്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. നിന്റെ വീട്ടിലേക്കാണോന്നോ നീ എന്നെ കൂട്ടിയിട്ട് വന്നിട്ടുള്ളത്? നീ എന്താ തമാശിക്കാണോ? വിട്ടേ വിട്ടേ, ഞാൻ ഹോട്ടലിൽ തന്നെ പൊക്കോളാന്നും പറഞ്ഞ് കാമൻ അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പം ഒന്ന് നിൽക്കും ഇൻസ്പെക്ടർ, ഒന്ന് ഉറങ്ങി നോക്ക്. എന്തായാലും നിങ്ങൾക്ക് ഹോട്ടലിൽ ഇറന്നോട്ട് ഉറക്കം വരുന്നില്ല, പിന്നെ ലേറ്റും ആയില്ലേ. അപ്പം എനിക്ക് ഇവിടെ നിന്ന് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിലോ? എന്നാ പിന്നെ നാളെ ഹോട്ടലിലേക്ക് തിരിച്ചു നോക്കൂ എന്നും പറഞ്ഞ് കൈ കൊട്ടുന്നു. അപ്പം അങ്ങോട്ടേക്ക് സെർവൻ്റ് വരുന്ന വിചാരിച്ചാൽ നമ്മുടെ ജയ ആണ് വരുന്നത്. അതും താറാവിനെ പോലെ തത്തി വന്നിട്ട് വണക്കം വെക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ബാഗ് മേടിച്ച് വെൽക്കം ടു ജെയ്ഡ് ഗസ്റ്റ് ഹൗസ്. ഓഹോ, നീ ഇതിലുണ്ടോന്ന് കാമൻ. അത് പിന്നെ അവനെ എൻ്റെ അടുത്ത് പറഞ്ഞത് റെന്റ് സ്പ്ലിറ്റ് ചെയ്യാന്ന്. നിങ്ങളുടെ റൂം റെഡിയാണ്, സെക്കൻഡ് ഫ്ലോറിലാണ് മിസ്റ്റർ കാമൻ എന്ന്. ചെക്കൻ പക്ക അറ്റൻഡറുമായി. പിന്നെ റെന്റിന്റെ കാര്യം പറയുവാണെങ്കിൽ ഞങ്ങൾ ഹോട്ടലിന്റെ പാതിയെ മേടിക്കത്തുള്ളൂ. അത് നല്ലൊരു ഡീലല്ലേ? എനിവേസ്, ഹോട്ടലിൽ എത്രയാണ്? 1,80,000 ക്യാഷ്വലായിട്ട് കാമൻ പറയുമ്പോഴേക്കും ജെയ്ഡിന്റെ വായൊക്കെ അങ്ങ് പൊളന്നിരുന്നുണ്ട്. ജയന്റെ കാര്യം പിന്നെ പറയേ വേണ്ട. ആ ടീമിൽ തന്നെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ളത് ഇവ മാത്രമാണ്. പിന്നെ കുറച്ച് സോഫ്റ്റ് ആണ്. 5 സ്റ്റാർ ഹോട്ടലല്ലേ എടുത്തത്, പിന്നെ എനിക്ക് നന്നായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് വർക്കും ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് കാമിൻ. ഇവിടെ എന്താ കുറവ്? ഇവിടെയും 5 സ്റ്റാർ ഹോട്ടൽ സർവീസ് തന്നെയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രൈസ് തീരുമാനിക്കാമെന്നും പറഞ്ഞ് ജയന നോക്കുമ്പം 5 പറ 50,000 എന്നിങ്ങനെ ഇവൻ കോസ്റ്റേക്ക് കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചെക്കൻ പറയുന്നത് 40,000. അത് നമ്മുടെ എക്കണോമീനെയും സർക്കുലേറ്റ് ചെയ്യുന്നൊക്കെ. പക്ഷേ ലക്ഷണമൊക്കെ കണ്ടിട്ട് എൻ്റെ പോക്കറ്റിൽ നിന്ന് നിൻ്റെ പോക്കറ്റിലേക്ക് സർക്കുലേറ്റ് ചെയ്യുന്ന പോലെയാണെന്ന് കാമിൻ പറയുമ്പം, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബാക്കി സാധനങ്ങൾ നാളെ തന്നെ കൊണ്ടുവരുമായിരിക്കും അല്ലേ? അതിന് ഞാനിവിടെ കിടക്കുന്നതായിട്ട് സമ്മതിച്ചില്ലല്ലോ. ആദ്യം ഒരു നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്ത് നോക്കാം വിത്ത് കണ്ടീഷൻസ്. ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ്, ഫ്രീ വൈഫൈ, നോ സർവീസ് ചാർജ്. സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഞാൻ എപ്പോൾ വേണേലും പോകും. ഓ, നിങ്ങളിപ്പോൾ ഒരു ടെനൻ്റ് ആണ്, ഇൻസ്പെക്ടർ അല്ല. ചുമ്മാ ബോസി ആവാതെ. ഒരു ദിവസമായിക്കോട്ടെ ദിവസങ്ങളായിക്കോട്ടെ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതായിക്കോട്ടെ, പെട്ടെന്നൊന്നും ഈ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഫുള്ള് സ്കാമേഴ്സ് ആണ്. സ്കാമർ എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ ജെയ്ഡിൻ്റെ മുഖത്താണെങ്കിൽ ഫുള്ള് കള്ള ലക്ഷണം. എന്നാ ശരി, നിങ്ങളുടെ വർത്താനൊക്കെ കേൾക്കുമ്പം ശരിക്കും ഒരു അബ്രോഡിൽ പഠിച്ച ഒരാളെ പോലെ തന്നെയുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ സർവീസുകൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത് പറയൂ. എനിക്ക് കഴിക്കാനൊന്നും വേണ്ട, വിശക്കുന്നില്ല. ഞാൻ വർക്ക് ചെയ്യാൻ പോവാണ്. വെരി വെരി വർക്കഹോളിക് പേഴ്സൺ. കാമിൻ്റെ വയറ്റിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നതൊക്കെ ചെവി ഊർപ്പിച്ച് കേട്ട് എന്നാൽ പിന്നെ കുറച്ച് സിമ്പിളായിട്ട് കഴിച്ചാലോ? ചെഫ് ജെ പറയൂ, എന്താണ് ഇന്നത്തെ മെനു? ആ കുട്ടിയാണെങ്കിൽ എന്താ ഞാനാണോ ചെഫ് എന്നുള്ള രീതിക്കാണ് നോക്കുന്നത്. ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ തായ് കടലിൽ നിന്നുള്ളതാണ്. എല്ലാ റീജിയണൽ ഫ്ലേവേഴ്സുമായിട്ട് പെർഫെക്റ്റ്ലി ബ്ലെൻഡ് ചെയ്തിരിക്കുന്നു. നമ്മളിന്ന് കഴിക്കുന്നത് മാക്രൽ പാസ്ത വിത്ത് സ്പൈസി എൻചോവി സോസ്, അതും സീസണൽ വെജിറ്റബിൾസിൻ്റെ കൂടെ. അതെന്തുവാ സാധനം എന്ന് കാമൻ ജെയ്ഡിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. ജെയ്ഡിന് അതറിഞ്ഞാലല്ലേ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ജെയിൻ്റെ അടുത്ത് അതെന്താ സാധനം? സ്പൈസി ഫെർമെൻറ്റഡ് റൈസ് നൂഡിൽ സലാഡ് എന്ന് നമ്മുടെ ചിക്കൻ പറയുമ്പം അപ്പോഴും ജൂങ്ങിനെ മനസ്സിലാവുന്നില്ല. സോറി, ജെയ്ഡിന് മനസ്സിലാവുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ആരെ അവസ്ഥപ്പെട്ട് നിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. പിറ്റേന്ന് രാവിലെ നമ്മുടെ ജെയ്ഡ് സീരിയസ് ആയിട്ട് ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടൊക്കെ ഫുഡ് എടുത്ത് വെക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് റെഡി ആയിട്ട് കാമൻ വരുന്നത്. അതും ചെക്കൻ നിൽക്കുന്ന കോലം കാണണം. ഷർട്ട് ഇടാണ്ട് വെറുതെ ഒരു ടവല് മാത്രം എടുത്തിട്ട്. ഇതൊരു താമസ സ്ഥലമാണോ അതോ വേറെ വല്ലതാണോ എന്ന് ചിന്തിച്ചു പോകും. ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന രീതി അതും പുറമേ വന്നൊരാൾക്ക് ഒരുമാതിരി ഡിന്നർ ആക്കാൻ വേണ്ടി ചെയ്യുന്ന കണക്കുണ്ട്. താങ്കൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് എന്ന് ജെയ്ഡ് പറയുമ്പം ഓക്കെ. ഭയങ്കര വിനയത്തോടെ ഫോർമലി ഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ല, അതിനെ ക്ഷമിക്കണം. രാവിലെ എണീറ്റ് കുക്ക് ചെയ്യേണ്ടതും കൊണ്ടാണ് അത് പറ്റാതെ പോയത്. പറയുന്ന ന്യായം കേൾക്കണം. ഈ ടവൽ കൊടുത്ത് ഇത്രയും നേരം ഇങ്ങനെ പറന്ന് നടക്കുന്നതിന് ഒരു 2 മിനിറ്റ് പാൻറ് ഷർട്ട് എടുത്തില്ല, ഇത്ര ബുദ്ധിമുട്ടാണ് അത്രേ. അത് ഇത്രയും പറഞ്ഞിട്ട് പക്ഷേ എന്ന് പറഞ്ഞ് ആ ടവലങ്ങ് അഴിക്കുകയാണ്. ഈശ്വര, മനുഷ്യൻ്റെ തൊലി അങ്ങ് ഉരിഞ്ഞു പോയി. പക്ഷെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ചെക്കനകത്ത് പാൻറ് ഇട്ടിട്ടുണ്ട്. ഒരു കൈൻഡ് ഓഫ് ഭ്രാന്തനാണല്ലോ, അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ കാമനും പ്രത്യേകിച്ച് ആകെപ്പാടെ പേടിച്ചിട്ടാണ് നിന്നത്. എന്നിട്ട് ഡയലോഗ് ഇതിനോട് യൂസ്ഡ് ആവണം. ഇതിങ്ങനെ കുറേ കാണാൻ കിടക്കുന്നെന്ന്. ക്യാപ്റ്റൻ, ഞാൻ പോകുവാണ്. അങ്ങനെ ഓർഡർ ചെയ്യലൊന്നുമില്ല. നിങ്ങൾ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല, അപ്പം എങ്ങനെയാ പോകാൻ പറ്റുക? വായോ വന്നിരിക്കുമെന്ന് പറഞ്ഞ് കസാരയൊക്കെ നേരിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി വന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജെയോ ഇറങ്ങി വരുന്നത്. അവൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞ് താറിൻ്റെ കാര്യം അറിഞ്ഞിരുന്നു എന്ന് ചോദിക്കുന്നു. അറിഞ്ഞിരുന്നു, പക്ഷെ ഞങ്ങളത്ര ക്ലോസ് ഒന്നുമല്ല. അവൻ ചാമ്പിൻ്റെ അടുത്താണ് കൂടുതൽ ക്ലോസ്. അവൻ മരിക്കുന്നുള്ളത് ഞാനും എക്സ്പെക്റ്റ് ചെയ്തില്ല. എനിക്ക് കുറച്ച് ചോദിക്കാനുണ്ട്. താറും ടോക്ലയും ക്ലോസ് ആയിരുന്നു.
എന്നാ കാമിന്റെ ചോദ്യത്തിന് അവരമ്മളെ ഹാങ് ഔട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. ഡ്രിങ്ക്സ് കഴിക്കാനും പോവാറില്ലേ, ഡ്രിങ്ക് മീലൊക്കെ. ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഡ്രിങ്ക് മീ എന്ന് പറയുന്നത് ആ ഒരു ക്ലബ്ബാണ്. ഇവരുടെ അവഞ്ചേഴ്സ് ടീം ഫ്രീക്വൻ്റ്ലി പോകുന്ന ഒരു ബാറാണത്. അവിടെ തോക്കില പോവുകയൊക്കെ ചെയ്യും. പക്ഷെ അവൻ പറയാറുണ്ട് അവിടുത്തെ ഡ്രിങ്ക്സ് അത്ര കൊള്ളത്തില്ല എക്സ്പെൻസീവ് ആണെന്നും. അവിടെ സ്ഥിരമായിട്ട് പോകാറുള്ളത് ചാമ്പൻ താറുമാണ്. എൻ്റെ വർക്കിംഗ് അവറൊക്കെ കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ഒന്നും ആൻസർ ചെയ്യുന്നില്ല, ക്ലാസ്സിൽ പോകണമെന്ന് പറഞ്ഞ് അവനവിടുന്ന് പോകുന്നു. ടോങ്ലയ്ക്ക് ഡ്രിങ്ക് മീൽ പോകുന്ന ഇഷ്ടമല്ലെങ്കിൽ അവൻ പിന്നെ എന്തിനായിരിക്കും കഴിഞ്ഞ ദിവസം പോയെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ആർക്കറിയാനാ. പക്ഷെ താറിൻ്റെ കാര്യത്തിൽ അവൻ്റെ വീട്ടിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനെന്ന് പറയുന്നു. അങ്ങനെ പിന്നെ കാണുന്നത് അവഞ്ചേഴ്സ് ടീമാണ്. അഥവാ സസ്പെക്ട്സ് 8 പേരിൽ 2 പേര് മരിച്ചു, ബാക്കി 6 പേരുണ്ട്. എല്ലാവരും ടെൻഷനിലാണുള്ളത്. പല രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും ട്രൂത്ത് ഓർ ഡെയർ ലെറ്റർ കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് തേങ്ങയത്, ആ പോലീസുകാരും ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് തോക്കില്ല. അവരെങ്ങനെയാ നിന്റെ അടുത്ത് ചോദിച്ചത് എന്ന് ചാമ്പ് സംശയത്തോടെ ചോദിക്കുമ്പം അതെ, ഞാൻ ഡ്രിങ്ക് മീൽ ചുമ്മാ പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചോദിച്ചതാ എന്ന് കുറച്ച് നെർവസ് ആയിട്ട് എന്തോ ഒളിപ്പിക്കുന്ന കണക്ക് പറയുന്നുണ്ട്. നീ എന്തിനാ അവിടെ പോയെന്ന് ചോദിക്കുമ്പം അതിന് റിപ്ലൈ കൊടുക്കാതെ എനിക്ക് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ അവിടുന്ന് പോവാണ് ചെയ്യുന്നത്. മൊത്തത്തിലൊരു സസ്പീഷ്യസ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പയ്യന്മാർ രണ്ടും കൂടെ താറിന്റെ റൂമിൽ വന്ന് സെർച്ച് ചെയ്യുന്നതാണ് കാണുന്നത്. ഈ സമയത്തൊക്കെ ഡങ്കിന്റെ ബോഡി കാണണം, ഒരുമാതിരി അതുമായിട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ നോക്ക്. ശരി, കോഴിത്തരം കാണിക്കാതെ കഥയിലേക്ക് ആണെങ്കിൽ അവിടെ തപ്പുമ്പം അവന്റെ ലാപ്ടോപ്പ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇവൻ കുറേ പെമ്പിള്ളേരെ റീപ്പ് ചെയ്ത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ കാണുന്നുണ്ട്. ശരിക്കും അവന്റെ കഥ കേൾക്കുമ്പോൾ തന്നെ നല്ല ദേഷ്യം വരും. ഇവിടെ ജെയ്ഡും പറയുന്നുണ്ട് ചില സമയത്തൊക്കെ കില്ലറിൻ്റെ കൂടെ നിൽക്കാൻ തോന്നുന്നു. ഇവരെ ലെറ്റർ ആണല്ലോ തപ്പുന്നത്, അത് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, പിന്നെ ഒരു കാർഡ് ഉണ്ട്. അവൻ പെണ്ണുങ്ങളുടെ കൂടെ എടുത്ത ഫോട്ടോസും പിന്നെ വൾഗറായിട്ട് ഗേൾസ് നിൽക്കുന്നതിനെ കൂട്ടുള്ള ഫോട്ടോസൊക്കെയാണത്. അതിൻ്റെ കൂട്ടത്തിൽ ഇവരുടെ ഗ്രൂപ്പ് ഫോട്ടോയിൽ റെഡ് മാർക്കർ വെച്ചാക്കിയിട്ട് അത് സ്ക്രാച്ച് ചെയ്ത് വെച്ചായിട്ടും കാണുന്നുണ്ട്. അതും എല്ലാവരുടെ ഫേസും സ്ക്രാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കില്ലറിന്റെ ടാർഗറ്റ് എൻ്റയർ ഗ്രൂപ്പ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. സോ ഇതൊരു സീരിയൽ കില്ലിംഗ് ആവാനുള്ള ചാൻസ് ആണ് ഉള്ളത്. ഇവിടെ ആ ഒരു ട്രൂത്ത് ഓർ ഡെയർ ലെറ്റർ കിട്ടിയിരിക്കുന്നത് തോങ്ലയ്ക്കാണ്. അതിൽ കുറച്ച് അവൻ്റെ ഫോട്ടോസ് ഉണ്ട്, പിന്നെ ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും ഉണ്ട്. അതിലും ഇങ്ങനെ കിറുക്കി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ട്രൂത്ത് ഡയർ എന്ന് പറഞ്ഞ് 2 കാർഡ്സ് ഉണ്ട്. അതിൻ്റെ മേലെ നിനക്കെല്ലാം അറിയായിരുന്നു, എന്നിട്ട് നീ അതൊക്കെ മറച്ചു വെച്ചു എന്ന് ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് വേണമെന്നാ ടോക്ല പേടിക്കുന്നുണ്ട്. ഇവിടെ പുറത്തേക്ക് വരുന്ന നമ്മുടെ പയ്യന്മാർ ജെയ്ഡ് ജയനെ വിളിക്കുന്നുണ്ട്, പക്ഷെ കോൾ എടുക്കുന്നില്ല. പിന്നെ കോൾ എടുക്കുന്ന സമയത്ത് എടാ സത്യം പറ, നിനക്ക് ലെറ്റർ കിട്ടിയോ? എപ്പോൾ നോക്കിയാലും ലെറ്റർ എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് കുറച്ച് ഇഷ്ടക്കേട് കൂടെ നീ എന്തിനാണ് ഇപ്പോഴും ഈ ലെറ്ററിൻ്റെ പുറകെ നടക്കുന്നത്? സ്മാർട്ടായിട്ട് കളിക്കാതെ മര്യാദ ക്യാൻസർ പറയടാ. എനിക്ക് കിട്ടിയിട്ടില്ല, ഹാപ്പി ആയോ? ശരി, നിന്റെ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിന് കിട്ടിയിട്ടുണ്ടോ? എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ജെയ്ഡ് നല്ല പ്രാന്ത് പിടിക്കുന്നുണ്ട്. അല്ലേലും ഇളയതുങ്ങൾക്ക് ഭയങ്കര അഹങ്കാരാണ്, മൂത്തവരൊന്നും പറഞ്ഞാൽ കേൾക്കത്തേ ഇല്ല. ജെയ്ഡിന്റെ മേത്തെ കൈ വെച്ചുകൊണ്ട് അടുത്ത നിന്റെ അനിയനല്ലല്ലോ, അത് എന്നെ ബെറ്ററാണെന്ന് ഒരുമാതിരി സമാധാനിപ്പിക്കുന്ന കാമിൻ. കണ്ടില്ലേ അവൻ എത്ര മണ്ടനാണെന്ന്, എപ്പോൾ വേണേലും അവനെ പിക്ക് ചെയ്തേക്കാം, ഇത് ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം എന്നും പറഞ്ഞ് പോവാൻ നിൽക്കുമ്പം പിടിച്ചു നിർത്തിയിട്ട് ഇതാണ് ആ കില്ലറിന് വേണ്ടത്. നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവന്റെ ഗെയിമിലേക്ക് ചെന്ന് കയറുന്ന കണക്കാണ്. കില്ലറിന് വേണ്ടത് നമ്മൾ കൊടുക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ജയന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവനെപ്പോഴും കൺകാണിക്കലാണ് എന്നും പറഞ്ഞ കാമിൻ സമാധാനിപ്പിക്കാൻ നോക്കുമ്പം ഇൻസ്പെക്ടർ, നിങ്ങൾക്ക് ശരിക്കും തോന്നുന്നുണ്ടോ നമ്മൾ രണ്ടിനെയും കൊണ്ട് മാത്രമായിട്ട് ഇത് നിർത്താൻ പറ്റുന്നു? നമ്മൾ രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും കില്ലറിനെ പിടിക്കാൻ പറ്റും എന്നും പറഞ്ഞ് ബെറ്റ് വെക്കുന്ന കണക്ക് അവന്റെ ബാഡ്ജും എടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ ക്ലിപ്പിംഗ് ആണ് കാണുന്നത്. നമ്മുടെ പയ്യന്മാർ ഒരേ വീട്ടിൽ നിൽക്കുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു മൊമെന്റ് ഉണ്ടാവണ്ടേ. കാമിന്റെ റൂമിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ജെയ്ഡിന്റെ റൂം. ജെയ്ഡ് റൂമിലേക്ക് കയറാൻ നിൽക്കുമ്പം കാമിൻ വന്നിട്ട് എന്റെ ഡ്രസ്സ് എവിടെ എന്നും പറഞ്ഞ കയ്യിലുള്ള പൈജാമ കാണിച്ചിട്ട് എന്തുവാ ഇത്? ഈ സീനിലെ ജൂങ് ബ്രീത്ത് ടേക്കിംഗ് ആണ്. നോക്കി നോക്കി എന്ത് ഭംഗിയാന്ന്. അത് പൈജാമയാണെന്ന് ജെയ്ഡ്. അകത്തിരിക്കുന്ന എല്ലാം നിങ്ങൾക്ക് ഇടാനുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ഡ്രസ്സ് ഓൾറെഡി വാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡ്രസ്സ് തന്നെ ഇട്ടോളാം, അതിങ്ങ് തന്നേക്ക്. ഏയ്, ഞാനാണ് ഇവിടുത്തെ ഓണർ. ഹോട്ടലിൽ ഓരോ ഡ്രസ്സും ഡ്രൈ ക്ലീൻ ചെയ്യാൻ 1000 വേണ്ടേ, പക്ഷെ ഇവിടെ 300 മതി. ഓക്കെ അല്ലേ? ഇതിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള രീതിക്ക് അത് മുഖം തിരിക്കുമ്പം ഓ, നിങ്ങളുടെ ഫേസ് നോക്ക്, കണ്ടാലറിയാം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന്. എൻ്റെ ഡ്രസ്സൊക്കെ സൂക്ഷിച്ച് വേണം ഹാൻഡിൽ ചെയ്യാൻ. അതുമെല്ലാം ഡാമേജ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഓരോ പീസിനും നീ 10,000 തരേണ്ടി വരും. കൊല്ലുന്നണക്കൊരു ചിരിയും ചിരിച്ച്. ആ ഡ്രസ്സൊന്നും ഡാമേജ് ആവത്തില്ല, അഥവാ ആയിട്ടുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ അടുത്ത് വേണമെങ്കിൽ 1,00,000 മേടിക്കാം എന്നും പറഞ്ഞ് അടുത്തേക്ക് വന്നുകൊണ്ട്, പക്ഷേ ഞാൻ വേണമെങ്കിൽ അത് എൻ്റെ ബോഡി വെച്ച് പേ ചെയ്യാം എന്നും പറഞ്ഞൊരുമാതിരി അടിച്ചു നോക്കി നിൽക്കുന്നുണ്ട്. അടി മുതൽ മേലെ വരെ ഒന്ന് നോക്കിയിട്ട് അത് മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞൊരു ദീർഘശ്വാസം എടുത്ത് വിട്ട് പോകാൻ നിൽക്കുന്നുണ്ട്. കയ്യിൽ പിടിച്ച് നിർത്തിയിട്ട് ഇൻസ്പെക്ടർ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ എല്ലാം തന്നെ വളരെയധികം സൂക്ഷിച്ച് കെയർ ചെയ്തോളും
എന്നൊരുമാതിരി സെക്സി ആയിട്ട് അത് ആ കണ്ണൊക്കെ കാണണം. ഈ സ്കില്ലിങ് മീ എന്നൊക്കെ പറയില്ലേ, അതെയാണ് കാണാൻ അടിച്ചു നോക്കുന്നത്. നമ്മുടെ ഇൻസ്പെക്ടർ വരെ ഒന്ന് തടിമാറി പോകുന്നുണ്ട്. അപ്പം ആ ലെവലൊന്നും ആലോചിച്ച് നോക്ക്. അല്ലേലും നമ്മുടെ ഇൻസ്പെക്ടർ മുന്നേ തന്നെ സ്ക്രിപ്റ്റാണ്. ഓക്കെ ഓക്കെ. എനിവേസ്, ഇങ്ങനെയാണ് നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ് കഴിയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.